നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ജാമ്യ ഹർജി രാഹുൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തിങ്കളാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക. രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ജില്ല വിട്ടു പോകരുതെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ തന്നെ രഹസ്യ കേന്ദ്രത്തിലേക്ക് രാഹുൽ മുങ്ങിയത്. രാഹുലിന്റെ വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോലീസ് തെളിവുകൾ സ്വീകരിക്കും. ജില്ല വിട്ടു പോകുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരിച്ചടിയാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമോപദേശം ലഭിച്ചു എന്നാണ് വിവരം. വ്യാഴാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ ഇന്നലെ കുറച്ചു സമയത്തേക്ക് ഓൺ ആകുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പരാതിയിൽ കൂടുതൽ തെളിവ് ശേഖരിക്കാൻ പോലീസും നീക്കം ശക്തമാക്കി. പീഡനം നടന്നതായി പറയുന്ന ഫ്ളാറ്റുകളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കും. തിരുവനന്തപുരം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ VS ദിനരാജന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. യുവതി നൽകിയ മെഡിക്കൽ രേഖകളുടെയും ഓഡിയോ റെക്കോർഡുകളുടെയും ആധികാരികതയും പരിശോധിക്കുകയാണ്. ഗർഭചിത്ര ഗുളിക കഴിച്ച ശേഷമുണ്ടായ അവശതകൾ പരിഹരിക്കാനായി കണ്ട ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്നും എന്നാൽ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറയുന്നത്. യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പരാതിക്ക് പിന്നിൽ CPM-ഉം BJP-യുമാണെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ ഇന്ന് മുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി തുടങ്ങും. അബോർഷൻ ഗുളിക കഴിച്ചതിനു ശേഷം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും. ഇന്നലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയിരുന്നു. കേസിൽ പ്രതിയാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. അതേസമയം രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുക. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്നാണ്. എന്നാൽ പീഡന ആരോപണം രാഹുൽ നിഷേധിക്കുകയാണ്. ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. കൂടാതെ യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണവുമായി സഹകരിക്കും, അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നും ഹർജിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണോ എന്ന് തനിക്കറിയില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അതറിയാൻ താൻ പ്രവാചകനോ അന്വേഷണ ഏജൻസിയോ അല്ലെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളോടായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് MLA-മാർക്കൊപ്പമല്ല ഇരുന്നത്. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട്. സണ്ണി ജോസഫിന്റെ വാക്കുകളാണിത്. ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ പ്രശ്നം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്നും സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല, കോടതിയുടെ ഇടപെടൽ ഉണ്ടായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായ പ്രതികളിലേക്ക് എത്താനോ ആയിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളിൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. ജയിലിൽ കഴിയുന്ന പാർട്ടി നേതാക്കളെ സർക്കാർ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി യുവതി ബന്ധം സ്ഥാപിച്ചത് വിവാഹിതയായിരിക്കുമ്പോഴാണെന്ന വാദം കൂടിയാണ് ഇപ്പോൾ ഇതോടുകൂടി പൊളിയുന്നത്. വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രം. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യം വിവാഹം ഒഴിഞ്ഞ ശേഷം 2024 ഓഗസ്റ്റ് 22-ന് വിവാഹം നടന്നുവെങ്കിലും ഒരുമിച്ച് ജീവിച്ചത് 4 ദിവസം മാത്രം. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. രാഹുലുമായി പരിചയപ്പെടുന്നത് ഇതും കഴിഞ്ഞ് 5 മാസത്തിന് ശേഷമെന്നും യുവതി പറഞ്ഞു. ഭർത്താവ് ഉണ്ടായിരിക്കെ രാഹുലുമായി ബന്ധമെന്നായിരുന്നു ആരോപണം. വിവാഹബന്ധം മറച്ചുവെച്ചാണ് അടുത്തതെന്ന് രാഹുൽ അനുകൂലികളുടെ വാദം ബലപ്പെടില്ല. അതേസമയം ശബ്ദരേഖ തന്റേതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു. ആരോപണങ്ങളിൽ പലതും ശരിവെച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നിർണായകമായ വിവരങ്ങൾ. ഇതുവരെ രാഹുൽ ഇക്കാര്യം സമ്മതിച്ചിരുന്നില്ല. തന്റേതെന്ന് പറയുന്ന വാട്സപ്പ് ചാറ്റുകളും അതുപോലെ വോയിസ് റെക്കോർഡുകളും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്.
എന്നാൽ ഇപ്പോൾ കൂടുതൽ തെളിവുകളും യുവതി പരാതിയുമായി രംഗത്ത് വന്നതോടുകൂടിയിട്ടാണ് രാഹുൽ അത് സമ്മതിക്കുന്നത്. ആ വോയിസ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ ആ ശബ്ദ സന്ദേശങ്ങളെല്ലാം തന്നെ തന്റേത് തന്നെയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നു. ഇനി അടുത്തത് എങ്ങനെ രാഹുലിന്റെ ജാമ്യം കോടതി സ്വീകരിക്കുമോ അതോ ജാമ്യ ഹർജി തള്ളുമോ എന്നുള്ളതാണ്. അതിലൊരു തീരുമാനമായതിനു ശേഷമായിരിക്കും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുള്ളത്. അത്രയും ദിവസം രാഹുൽ ഒളിവിൽ കഴിയാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇതിനിടയിൽ തിരക്കിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടാകില്ല. പക്ഷേ കൃത്യമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടേക്കാണ് പോയതെന്നുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്, വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുകയാണ്. ആ സുഹൃത്തിനെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ എയർപോർട്ടുകളെല്ലാം ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. വളരെ തിടുക്കത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതിലാണ് ഇനി പോലീസ് കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതി നടപടികളിൽ എന്തായിരിക്കും തീരുമാനം എന്ന് വന്നതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുക. അതേസമയം ഇരയെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ വിമർശിച്ചുമുള്ള കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ഒരു വിഭാഗം രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അതേസമയം തന്നെ രാഹുലിനെ വിമർശിച്ചുകൊണ്ടും പല രീതിയിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. എന്താണ്, ആരുടെ ഭാഗത്താണ് ഇനി ശരി, ആരുടെ ഭാഗത്താണ് ഇനി തെറ്റ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അടക്കം രാഹുലിനെ വലിച്ചു കീറുന്ന തരത്തിലുള്ള പല ചർച്ചകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല നീക്കങ്ങളുമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് ഒരാളുടെ ഭാഗത്തുള്ള മാത്രം തെറ്റായിരിക്കരുത്. രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ മാത്രം ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള രീതിയല്ലെന്നാണ് പലരും വാദിക്കുന്നത്. രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാഹുൽ ഇപ്പോൾ അണിഞ്ഞിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാവ് എന്നുള്ള കുപ്പായത്തിനെ ആ തെറ്റ് ഒരിക്കലും പിടിച്ചു നിൽക്കാനാകില്ല. തീർച്ചയായിട്ടും അദ്ദേഹം മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ അദ്ദേഹത്തിന് ലഭിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, നിയമ നടപടികൾ നേരിടാൻ ഞാൻ തയ്യാറാണ്, നിയമത്തിന്റെ വഴിയെ പോകൂ എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് കൂടുതൽ ആളുകളും ഉന്നയിക്കുന്ന അവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്.